أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1521 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أتخذ من دونه آلهة يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. സൂറത്ത് യാസീനിലെ 20 മുതൽ 25 വരെയുള്ള ആയത്ത്. സൂറത്ത് യാസീന്റെ ആദ്യ ഭാഗത്തെ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യത്തോട് പ്രതികരിച്ചുകൊണ്ട് അതിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച മക്കവാസികളെ അവരുടെ നിലപാടുകളൊക്കെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 13-ാമത്തെ ആയത്ത് മുതൽ ഒരു ചരിത്ര സംഭവം വിവരിക്കുകയാണ്. അതിന്റെ ഏതാനും ആയത്തുകൾ ഈ ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ആയത്തുകൾ നമ്മൾ ഇതിനകം പഠന വിധേയമാക്കുകയുണ്ടായി. ഒരു നാടിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ വിവരിക്കപ്പെടുന്നത്. ആ നാട്ടിലേക്ക് അല്ലാഹു 2 ദൂതന്മാരെ അയക്കുകയുണ്ടായി. ആ 2 ദൂതന്മാരെ ആ നാട്ടിലെ ആളുകൾ നിഷേധിച്ചപ്പോ അതിനെ തുടർന്ന് 3-മതൊരാളെയും കൂടി ദൂതനായിട്ട് നിയോഗിച്ചയക്കുകയും അവർ 3 പേരും ചേർന്ന് ആ നാട്ടുകാരോട് തങ്ങള് അവരിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട ദൈവിക ദൂതന്മാരാണ് എന്ന കാര്യം തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ട് ദൈവിക ശരണിയിലേക്ക് അവരെ ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ ഈ ആളുകള് അവരുടെ പ്രബോധനത്തിന് ചെവിക്കൊടുക്കാനോ അവർ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിന്റെ യുക്തിപരത മനസ്സിലാക്കാനോ ഒന്നുമുള്ള സന്നദ്ധത കാണിക്കുകയുണ്ടായില്ല. മറിച്ച് അവർ പറയുകയുണ്ടായത്, നിങ്ങൾ ഇവിടെ വന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുശകുനം. നിങ്ങളുടെ ആഗമനമാണ് ഞങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചിട്ടുള്ളത്. ഞങ്ങളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ
പ്രയാസങ്ങൾക്കും ഉത്തരവാദികൾ നിങ്ങളാണ്. നിങ്ങളെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള അവലക്ഷണമായിട്ട് അല്ലെങ്കിൽ ദുർലക്ഷണമായിട്ട് അല്ലെങ്കിൽ ദുശകുനമായിട്ട് കാണുന്നത്. ഇതാണ് നാട്ടുകാരുടെ പ്രതികരണം ഈ ദൂതന്മാരോടായിട്ടും ഉണ്ടായത്. അപ്പൊ 3 ദൂതരും കൈകോർത്തുകൊണ്ട് അവരുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരുന്നപ്പോ അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ ഈ ആളുകളുടെ നിലപാടുകളും സ്വഭാവവും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് അവർ പറയുന്നത് സത്യമാവാൻ ഇടയുണ്ടോ എന്നതൊന്നും പരിശോധിക്കാൻ നാട്ടിലെ ആളുകൾ കൂട്ടാക്കിയില്ല. അവര് ആ നിഷേധത്തിന്റെ നിലപാടിൽ തന്നെയാണ് ശാഠ്യത്തോടു കൂടി ഉറച്ചു നിൽക്കുന്നത്. മാത്രവുമല്ല, ഈ ദൂതന്മാരെ ദുർലക്ഷണമായിട്ട് അവരുടെ സാന്നിധ്യം കാരണമായിട്ടാണ് ഞങ്ങളിപ്പോ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് മിക്കവാറും പ്രദേശങ്ങളിലേക്കൊക്കെ അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ള ദൂതന്മാർക്ക് എല്ലാ കാലഘട്ടത്തിലും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു അനുഭവം, ഒരു തിരസ്കാരത്തിന്റെ ഒരു അനുഭവമാണ്. ആരെയും ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് നാട്ടുകാർ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അവര് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ സമീപിക്കുമ്പോൾ അത് നിഷേധിച്ച് തള്ളാനും അവരെ നിസ്സാരരായി കണ്ടുകൊണ്ട് ആ നിലയ്ക്ക് അവരെ ബത്സിച്ചുകൊണ്ട് പെരുമാറാനും ഒക്കെയാണ് നാട്ടുകാർ എല്ലാ കാലഘട്ടത്തിലും മുതിർന്നിട്ടുള്ളത്. ഈ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മക്കയിൽ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ തിരസ്കാരം, അതിന്റെ ഗൗരവം മക്കയിലെ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്ര സംഭവം അള്ളാഹു അവരെ കേൾപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ പരാമർശിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് ഈ 3 ദൂതന്മാരെയും നാട്ടുകാർ തള്ളിക്കളഞ്ഞു, അവരെ ദുർലക്ഷണമായിട്ട് കണ്ടു, അവരെ ദുശകുനമായിട്ട് കണ്ടു. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കല്ലെറിയാനുള്ള ഒരുക്കത്തിലാണ് അവർ. ഈ ഏർപ്പാട് നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞു ഓടിക്കും, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസം നേരിടേണ്ടി വരും എന്നാണ് അവർ പറയുകയുണ്ടായത്. ദൂതന്മാർ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ശകുനം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗധേയം യഥാർത്ഥത്തിൽ നിങ്ങളുടെ തന്നെ കണ്ടങ്ങളിലാണ്, നിങ്ങളോടൊപ്പം തന്നെയാണുള്ളത്. നിങ്ങളെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉത്ബോധനം ചെയ്തു എന്ന ഒരു കാര്യത്തിന്റെ പേരിലാണോ നിങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയുന്നത്? നിങ്ങൾ വളരെയേറെ എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തുന്ന, വളരെയേറെ അതിർവരമ്പുകളെ ലംഘിച്ചു കളയുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് ദൂതന്മാർ അവരോട് അവസാനമായിട്ട് പറയുന്നത് ആ ഘട്ടത്തിൽ. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങളെല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചു കളയുന്ന, ധിക്കാരത്തിൽ യാതൊരു പരിധിയും നിയന്ത്രണവും കാണിക്കാത്ത ആളുകൾ തന്നെയാണ്. അതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ നിങ്ങളുടെ നന്മക്ക് വേണ്ടി നിങ്ങളോടുള്ള ഗുണകാംക്ഷ കാരണമായിട്ടാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അതിന്റെ പേരിലാണോ ഇപ്പോ നിങ്ങൾ ഞങ്ങളോട് ശത്രുത കാണിക്കുന്നതും ഞങ്ങളെ കല്ലെറിയാൻ മുതിരുന്നതും എന്നതാണ് ദൂതന്മാര് ചോദിച്ച കാര്യം. അതിനെ തുടർന്നാണ് ഈ സംഭവത്തിന് ഒരു നിർണായകമായ ഒരു ഇടപെടൽ അതിലുണ്ടാകുന്നത്. ദൂതന്മാര് തിരസ്കരിക്കപ്പെട്ടപ്പോ അവര് പറയേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായി അവരോട് പറയുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് നാട്ടുകാര് ദൂതന്മാരെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ ഒരുങ്ങുന്ന ആ ഘട്ടത്തില് വജാഅ മിൻ അഖ്സൽ മദീന, ആ നാട്ടിന്റെ ആ പട്ടണത്തിലെ അങ്ങേയറ്റത്ത് നിന്ന്, വളരെ വിദൂരമായ ഒരിടത്ത് നിന്ന് റജുല്, ഒരാള്
യസ്അ ഓടിക്കിതച്ച് അങ്ങോട്ട് എത്തുകയാണ്. ഇതാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളുടെ തുടക്കം. വജാഅ മിൻ അഖ്സൽ മദീന. അഖ്സൽ മദീന എന്ന് പറഞ്ഞ പട്ടണത്തിന്റെ വളരെ വിദൂരമായ അകലെയുള്ള ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞാൽ പരാമർശിക്കപ്പെട്ട ഖറിയത്തിന്റെ ഒരു പക്ഷെ മറ്റേ അറ്റത്ത് വളരെ വിദൂരമായ ഒരിടത്ത് നിന്ന് ഒരാള് അവരുടെ അടുക്കിലേക്ക് ധൃതിയിൽ ഓടിക്കിതച്ചെത്തുകയാണ്. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ, ഒരാളാണ് വരുന്നത്. അയാൾ യസ്അ ഓടിക്കിതച്ചാണ് വരുന്നത്. ധൃതിപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലേക്ക്, ആ നാട്ടിലെ ആളുകളോട് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അയാൾ വന്നിട്ട് പറയുന്നത് ഖാല, നാട്ടുകാരോടായിട്ട് അയാൾ പറയുന്നത് യാ ഖൗം, ജനങ്ങളെ, നാട്ടുകാരെ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ ദൂതന്മാരെ പിൻപറ്റിക്കോളൂ. ഈ ദൂതന്മാരെ പിൻപറ്റുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇതാണ് പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഈ നാട്ടുകാരോടുള്ള ഗുണകാംക്ഷ വെച്ചുകൊണ്ട് ഒരാള് ഓടിക്കിതച്ച് വന്ന് പറയുന്നത്. ഈ നാട്ടുകാര് ദൂതന്മാരെ കല്ലെറിയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ദൂതന്മാരെ ഉപദ്രവിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും അവർക്കെതിരിലുള്ള ദൈവിക നടപടി വന്നു ചേരും. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി പട്ടണത്തിന്റെ അകലെ നിന്നുള്ള ഒരിടത്ത് നിന്ന് ഒരാള് ധൃതിയിൽ വന്ന് അവരോട് പറയുന്ന കാര്യം ഇതാണ്: ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ ദൂതന്മാരെ പിന്തുടർന്നോളൂ, ഈ ദൂതന്മാരെ പിൻപറ്റിക്കോളൂ. അവര് നിങ്ങളോട് ഗുണകാംക്ഷയോട് കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ദൂതന്മാരെ പിൻപറ്റുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നത് വളരെ ഗുണകാംക്ഷയോടുകൂടി അദ്ദേഹം ആ നാട്ടുകാരോട് പറയുകയാണ്. ഇത്തബിഉൽ മുർസലീൻ. ഇവിടെ അഖ്സൽ മദീന എന്ന പ്രയോഗം നമുക്ക് പരിചയമുള്ളതായിരിക്കും. മസ്ജിദുൽ അഖ്സ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വിദൂരമായ, മക്കയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിദൂരമായ ഒരിടത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് എന്ന നിലക്കാണ് മസ്ജിദുൽ അഖ്സക്ക് ആ പേര് വന്നിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന ഒരു പേര് തന്നെയാണ്. വിശുദ്ധ ഗേഹം, വിശുദ്ധ മന്ദിരം, വിശുദ്ധ ദേവാലയം എന്നൊക്കെ അർത്ഥത്തിലുള്ള ബൈത്തുൽ മുഖദ്ദിസ് എന്ന പേര് ഉള്ളതോടൊപ്പം തന്നെ മസ്ജിദുൽ അഖ്സ എന്നൊരു പേരും ജെറുസലേമിലെ ഇസ്ലാമിലെ മൂന്നാമത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ആരാധനാലയത്തെ പരാമർശിച്ചുകൊണ്ട് പറയാറുണ്ട്. വിശുദ്ധ ഖുർആനെ പരാമർശിക്കുന്നുണ്ട്. അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അഖ്സൽ മദീന എന്ന് പറഞ്ഞാൽ മദീനയുടെ പട്ടണത്തിന്റെ ഏറ്റവും അകലെയായുള്ള ഒരിടം, ഏറ്റവും വിദൂരമായൊരു സ്ഥലം. ആ ഇടത്തു നിന്നാണ് ഒരാള് വരുന്നത്. അപ്പൊ ഇവിടെ പരാമർശിക്കപ്പെട്ട ഖറിയ അയാൾക്ക് പരിചയമുണ്ട്, ആ നാട്ടിലെ ആളുകളെ അയാൾക്ക് അറിയാം. ആ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ നാട്ടുകാരോട് പറയുന്നത്, നിങ്ങൾ ഈ ദൂതന്മാരെ പിൻപറ്റിക്കോളൂ. അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിന്തുണ ലഭിക്കാൻ അർഹതയുള്ള, നിങ്ങളോട് ഗുണകാംക്ഷ കാണിക്കുന്ന, നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരാൻ കഴിയുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ പിൻപറ്റിക്കോളൂ എന്നാണ് ഈ വിദൂരമായ പ്രദേശത്ത് നിന്ന് അങ്ങോട്ട് ഓടിക്കിതച്ചു വന്ന ആള് ആ നാട്ടുകാരോടായിട്ട് പറയുന്നു. അപ്പോ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ജനങ്ങളെ നിങ്ങൾ ഈ മുർസലുകളെ പിൻപറ്റിക്കോളൂ എന്ന്. അതിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. അപ്പൊ ഈ ദൂതന്മാരെ പിൻപറ്റുന്നതിനുള്ള അർഹത ആ ദൂതന്മാർക്ക് എങ്ങനെയാണ് ഉള്ളത്, എന്ത് ഗ്രൗണ്ടിലാണ് അവര് അർഹതയുള്ളവരായി മാറുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കടന്നു വന്നാൽ അയാളെ ഉടനെ അങ്ങ് സ്വീകരിക്കുക എന്നത് ശരിയായ ഒരു നിലപാടാണ്. അതല്ല, അവര് യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഒരാളെ പറ്റി
മനസ്സിലാക്കിയതിന് ശേഷമല്ല അങ്ങനെ ചെയ്യേണ്ടത് എന്നൊരു വിഷയമുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഒരാള് പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ക്ലെയിം ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ അയാള് ദൂതനാണോ അല്ലേ എന്നത്, യഥാർത്ഥത്തിൽ തന്നെ ദൈവനിയുക്തനായ ദൂതനാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. അതിനുള്ള രണ്ട് എളുപ്പ വഴികളാണ് ഈ പട്ടണത്തിന്റെ അകലെ നിന്ന് ഓടിക്കിതച്ചു വന്നിട്ടുള്ള ആള് ഈ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്തബിയുമല്ല യസ്അലുക്കും അജ്റ. ഒന്നാമത്തത്, ഇവര് നിങ്ങളോട് പ്രതിഫലമൊന്നും ചോദിക്കുന്നില്ല. പ്രതിഫലമൊന്നും ചോദിക്കാത്തവരായ ഈ ആളുകളെ നിങ്ങൾ പിൻപറ്റിക്കോളൂ. രണ്ടാമത്തത്, വഹും മുഹ്തദൂൻ, അവര് സന്മാർഗികളുമാണ്. രണ്ട് കാര്യങ്ങളാണ് അവര് പിൻപറ്റാൻ യോഗ്യരാണ് എന്ന കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് ഉള്ളത്. ഈ പട്ടണത്തിന്റെ അകലെ നിന്ന് വന്ന ആള് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ രണ്ട് സംഗതികളാണ്. അപ്പൊ ഈ രണ്ട് പ്രത്യേകതകളുള്ള ഈ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റിക്കോളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തത്, മല്ലാ യസ്അലുക്കും അജ്റ, നിങ്ങളിൽ നിന്ന് യാതൊരു ഭൗതിക നേട്ടവും അവർ ആഗ്രഹിക്കുന്നില്ല, പ്രതിഫലം ചോദിക്കുന്നില്ല എന്നത് അതിന്റെ വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അജ്ർ ചോദിക്കുക, അത് അജ്ർ പല രൂപത്തിലും ഉണ്ടാകാമല്ലോ. നമ്മുടെ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഗതി, ഒരു പൊതു മിഷൻ ചെയ്യുമ്പോൾ സമൂഹത്തിനുള്ള പൊതുവായ എന്തെങ്കിലും നന്മ ആഗ്രഹിച്ചുകൊണ്ട് രംഗത്ത് വരുന്നവരാരും തന്നെ അങ്ങനെ നേരിട്ട് പ്രതിഫലമൊന്നും കമ്മീഷനൊന്നും ചോദിക്കുന്നുണ്ടാവില്ല. പക്ഷെ പലപ്പോഴും അവര് നമ്മൾ കാണാത്ത വഴികളിലൂടെ പല സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനും കരുക്കൾ നീക്കി വെച്ചിട്ടുണ്ടാകും. അവർക്ക് വല്ല കോർപ്പറേറ്റുകളുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ഏജൻസികളുടെയോ ഒക്കെ പിൻബലം അല്ലെങ്കിൽ സാമ്പത്തികമായ പിന്തുണ അവരുടെ ദൗത്യത്തിനൊക്കെ ഉണ്ടാവും. പല സാമൂഹ്യ പ്രയത്നങ്ങളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ ഇങ്ങനെയുള്ള ചരടുകൾ അങ്ങോട്ട് നീണ്ടുപോകുന്നത് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഈ പ്രവാചകന്മാരുടെ കാര്യത്തില് അവര് നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും തേടുന്നില്ല. എന്ന് പറഞ്ഞാൽ അവര് നിങ്ങളോട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് അവർക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഗുണമോ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഈ ദൂതന്മാര് ദൈവിക ദൂതന്മാര് തന്നെയാണ് എന്നത് ബോധ്യപ്പെടുന്നതിനുള്ള ഒരു ലക്ഷണമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് ഭൗതിക താല്പര്യങ്ങൾ യാതൊന്നും, നിങ്ങളുടെ പിന്തുണ കൊണ്ട് എന്തെങ്കിലും അധികാരം കിട്ടാനോ സ്ഥാനത്തേക്ക് വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാനോ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളായിക്കൊണ്ട് അത് കാശാക്കി മാറ്റാനോ ഒന്നുള്ള താല്പര്യത്തോടു കൂടിയല്ല അവർ നിങ്ങളെ സമീപിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ്. നിങ്ങൾ നല്ല മനുഷ്യരായി മാറണം, നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത്. അവർ ഈ സ്വമേധയാ അവരിതിന് സന്നദ്ധരായി രംഗത്ത് വരുന്നതിന്റെ പിന്നില് അവർക്ക് ഭൗതികമായ താല്പര്യങ്ങൾ യാതൊന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ദൈവിക ദൂതൻ എന്ന് അല്ലെ ദൂതന്മാരെന്ന നിലക്ക് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അത് അവർ ദൈവിക ദൂതന്മാരാവാനുള്ള വലിയ സാധ്യത ഉണ്ട് എന്നതിന്റെ ഒരു ലക്ഷണമാണ്. അവർക്ക് ഭൗതികമായ താല്പര്യങ്ങളൊന്നും നിങ്ങളെ സമീപിക്കുന്നത് കൊണ്ടില്ല. എന്തെങ്കിലും നേടിക്കളയാം, സ്വന്തമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഈ ആളുകള് ഈ പ്രയത്നത്തിന് മുതിർന്നിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ പറ്റുക എന്നതാണ് അവരെ ദൈവിക ദൗത്യം നിർവഹിക്കുന്ന ദൂതന്മാരാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളാണ് എന്നത് തീരുമാനിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം. രണ്ടാമത്തത് പറഞ്ഞു കൊടുക്കുന്നത് വഹും മുഹ്തദൂൻ എന്നാണ്. അവര് സ്വയം തന്നെയും സന്മാർഗികളാണ് എന്ന് പറഞ്ഞാൽ അവര് നിങ്ങളോട് ഉപദേശിക്കുന്ന ഈ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തില് പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ്. അവര് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന സത്യവും നന്മയും ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്
എന്നതാണ് രണ്ടാമത്തെ ലക്ഷണം. അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ തുല്യ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു സംഗതി പറഞ്ഞു തരുന്നു, പക്ഷെ അവരത് ചെയ്യുന്നൊന്നുമില്ല. അവരാ മാർഗം സത്യസന്ധതയോടുകൂടി അവലംബിക്കുകയോ പിന്തുടരുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വസ്തുതയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരികയാണ്, നിങ്ങൾക്ക് വലിയ സാരോപദേശങ്ങളൊക്കെ തരുന്നു, പക്ഷെ ആ സാരോപദേശങ്ങളൊന്നും അയാളുടെ ജീവിതത്തിൽ കാണാനില്ല എന്നതാണെങ്കിൽ അങ്ങനെ ഒരാൾ ഒരിക്കലും തന്നെ പ്രവാചകനാവുകയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ അവസാന ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ വഫാത്തിനെ തുടർന്നുമൊക്കെ അറേബ്യയിൽ ചിലയിടങ്ങളിൽ വ്യാജ പ്രവാചകന്മാര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വ്യാജ പ്രവാചകന്മാരുടെ വ്യക്തിത്വം ഒന്ന് പഠന വിധേയമാക്കിയാൽ ഈ രണ്ട് തത്വങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നത് നമുക്ക് മനസ്സിലാവും. അവരൊക്കെയും തന്നെ വളരെ കൃത്യമായ ചില അജണ്ടകളോടുകൂടി രംഗത്ത് വന്നിട്ടുള്ള ആളുകളായിരുന്നു എന്നത് ഇന്നും ചരിത്ര സ്രോതസ്സുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മുടെ നാട്ടിൽ തന്നെ പഞ്ചാബിലെ ഖാദിയാൻ എന്ന പ്രദേശത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് രംഗത്ത് വന്നിരുന്ന അഹമ്മദ് ഖാദിയാനി എന്ന പേരിൽ അറിയപ്പെട്ട ആളുണ്ട്. അയാൾ പ്രവാചകത്വവാദം നടത്തിയിട്ടുള്ള ആളാണ്. ഇയാളുടെയും പശ്ചാത്തലവും ഇയാളുടെയും താല്പര്യങ്ങളും ഒക്കെ കണിശമായിട്ട് പരിശോധിച്ചാൽ അത് ബ്രിട്ടീഷ് ഭരണകൂടം അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് ഫീൽഡ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു എന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. രണ്ടാമത്തത്, അയാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അയാളുടെ ജീവിതവും തമ്മിൽ പറയത്തക്ക ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നതും അതിനുള്ള ഒരു തെളിവാണ്. അപ്പോ ഇവിടെ പട്ടണത്തിന്റെ അകലെ നിന്നുള്ള ഒരിടത്ത് നിന്ന് ഓടിക്കതച്ചു വന്ന ആളുകൾ നാട്ടുകാരോട് പറയുന്ന, കൂട്ടരെ, നിങ്ങൾ ഈ ദൂതന്മാരെ പിൻപറ്റിക്കോളൂ, നിങ്ങൾക്ക് പിൻപറ്റാൻ എല്ലാ നിലക്കും അർഹതയുള്ള യോഗ്യരായ ആളുകളാണ് ഇവര്. നിങ്ങൾ യഥാർത്ഥത്തിൽ പിൻപറ്റേണ്ടത് ആരെയാണ്? നിങ്ങളെ സമീപിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഈ ദൗത്യം നിർവഹിക്കുന്നതിന് എന്തെങ്കിലും പ്രതിഫലം, എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് അല്ല ഇവര് നിങ്ങളെ സമീപിക്കുന്നത് എന്നതാണ് ഒരു മാനദണ്ഡം. നിങ്ങളോട് പ്രതിഫലം ഒന്നും ചോദിക്കുന്നില്ല എന്ന് പറയുന്നത് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അവർക്ക് ഭൗതികമായ താല്പര്യമൊന്നും നേടുന്നതിന് വേണ്ടിയല്ല അവര് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളെ സന്മാർഗികളാക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവര് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതാണ് നിങ്ങൾ അവരെ പിൻപറ്റണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം. ഇത്തബിഉമല്ല യസ്അലുക്കും അജ്റ, നിങ്ങളോട് ഒരു പ്രതിഫലവും എന്തെങ്കിലും നേട്ടം നിങ്ങളിൽ നിന്ന് ഉണ്ട് എന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യാതെയാണ് ഇവര് ഈ ദൗത്യം നിർവഹിക്കുന്നത്. അതുപോലെ വഹും മുഹ്തദൂൻ, ഇവര് സ്വയം തന്നെയും സന്മാർഗികളാണ്. ഏതൊരു സന്മാർഗ പാതയിലേക്കാണ് നിങ്ങളെ അവർ ക്ഷണിക്കുന്നത്, ആ സന്മാർഗ പാത സ്വയം തന്നെ കണിശമായി പിൻപറ്റുന്നവരാണ് അവര്. അങ്ങനെയുള്ള ആളുകളാണ് ദൈവിക ദൂതന്മാരാവുക. അപ്പൊ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോ നിഷേധത്തിന്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകനെ ശരിയായ നിലക്ക് വിലയിരുത്താൻ ആവശ്യമായ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ ഇവിടെ പരോക്ഷമായിട്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ് മക്കയിലെ ആളുകളെ. നിങ്ങൾ വിലയിരുത്തി നോക്കൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നതിന് അദ്ദേഹം വല്ല നേട്ടവും അതിലൂടെ ലക്ഷ്യമിടുന്നുണ്ടോ? നിങ്ങളിൽ നിന്ന് വല്ല പ്രതിഫലവും, നിങ്ങളുടെ പിന്തുണയിലൂടെ നേടാവുന്ന വല്ല സാമ്പത്തികവും ഭൗതികവും ഒക്കെ ആയിട്ടുള്ള വല്ല നേട്ടവും അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കൂ. അതാണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം? അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സ്വയം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന ഒരാളാണോ? വാക്കും പ്രവൃത്തിയും തമ്മിൽ വിടവില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ എന്നതാണ് പരിശോധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും നിങ്ങൾക്ക് ഈ രണ്ട് ടെസ്റ്റിനും അദ്ദേഹത്തെ വിധേയമാക്കാവുന്നതാണ്
എന്ന കാര്യം പരോക്ഷമായിട്ട് അള്ളാഹു അറിയിക്കുന്നത് നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പൊ ഈ മുർസലുകള് അവരെ നിങ്ങൾ പിൻപറ്റുക. അവര് നിങ്ങളോട് പ്രതിഫലമൊന്നും ചോദിക്കുന്നവരല്ല. സ്വയം തന്നെ സത്യമാർഗത്തില്, നന്മയുടെ മാർഗത്തില് അത് പിൻപറ്റുകയും പിന്തുടരുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം ഈ വന്ന് സംസാരിക്കുന്ന ആള് സ്വയം തന്നെ ഒരു യുക്തി വിചാരത്തിന് വിധേയമാക്കുകയാണ്. ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ദൂതന്മാര് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണല്ലോ. എന്റെ തീരുമാനം എന്തായിരിക്കും? അതാണ് അദ്ദേഹം പറയുന്നത്. വമാലിയല അഅ്ബുദുല്ലദീ ഫത്തറനി വഇലൈഹി തുർജഊൻ. എന്റെ യുക്തിബോധം എന്നോട് പറയുന്ന കാര്യം ഇതാണ്. എന്താണത്? വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫത്തറനി. എന്താണ് എന്റെ കാര്യം? എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതെ ഇരിക്കുകയോ, എന്നെ സൃഷ്ടിച്ചവന് ഞാൻ കീഴ്പ്പെടാതിരിക്കുകയോ, എന്നെ സൃഷ്ടിച്ചവന് ഞാൻ വിധേയപ്പെടാതെ അവന്റെ അടിമയാവാതിരിക്കുകയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഭാഗത്ത് എന്ത് ശരിയുണ്ട്, എന്ത് ന്യായമുണ്ട്? യഥാർത്ഥത്തില് അന്യായമായത് എന്റെ സൃഷ്ടികർമ്മം നടത്തിയത് ഒരാളും ഞാൻ വിധേയത്വം നൽകുന്ന, ഞാൻ അടിമപ്പെടുന്നത് മറ്റൊരാൾക്കുമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങേയറ്റത്തെ അന്യായമായിട്ട് ആർക്കും മനസ്സിലാവും. പക്ഷെ ഇവിടെ എന്നെ സൃഷ്ടിച്ചവനുണ്ടല്ലോ, അവനോട് ഞാനൊരു കടപ്പാടുള്ളവനായിട്ടുണ്ടല്ലോ. കാരണം എനിക്ക് അസ്തിത്വം തന്നത് തന്നെ അവനാണ്. അപ്പൊ എനിക്ക് അസ്തിത്വം തന്ന, എനിക്ക് ഉണ്മ തന്ന, എനിക്ക് എന്റെ ജീവിത ഭാഗധേയം നിർണയിച്ചു തന്നിട്ടുള്ള എന്റെ റബ്ബിന് ഞാൻ വിധേയപ്പെടുക, അവന്റെ അടിമത്വം ഞാൻ സ്വീകരിക്കുക, അവന്റെ ദാസനായി മാറുക എന്നതിൽ എന്ത് പന്തികേടാണുള്ളത്? മറിച്ചല്ലേ പന്തികേടുള്ളത്. മറ്റാർക്കോ, എന്റെ സൃഷ്ടിപ്പിന്, എന്റെ ഉണ്മയിൽ യാതൊരു പങ്കുമില്ലാത്ത, അതിൽ യാതൊരു റോളും ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ അടിമപ്പെടുന്നത് എത്ര വലിയ മൂഢമായൊരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിന് ഞാൻ വിധേയപ്പെടുന്നതിന് എന്ത് പന്തികേടാണുള്ളത്? മാത്രവുമല്ല വഇലൈഹി തുർജഊൻ. നിങ്ങൾ തിരികെ അയക്കപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിലേക്കാണ്, അവനിലേക്കാണ്. ഇതാണ് പറയുന്നത്. അപ്പോ വളരെ യുക്തിപരമായ ഒരു കാര്യമാണ് ഈ പട്ടണത്തിന്റെ അകലെ നിന്ന് ഓടിക്കതച്ചു വന്ന ആള് പറയുന്ന കാര്യം. ഒന്ന്, ഞാന് ഈ ദൂതന്മാര് പറയുന്ന വിധത്തില് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് വിധേയപ്പെടുന്നു, അവന് അടിമപ്പെടുന്നു, അവന് ആരാധനകൾ അർപ്പിക്കുന്നു. എന്തിന്റെ പേരിലാണ്? അതിനുള്ള ന്യായം അവനാണ് എന്നെ സൃഷ്ടിച്ചത് എന്നതാണ്. അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്, അതുകൊണ്ട് ഞാൻ അവന് വിധേയപ്പെടുക എന്നതിൽ യാതൊരു പന്തികേടുമില്ല. യഥാർത്ഥത്തിൽ അത് പന്തികേട് ഉണ്ടാവുക എന്നെ സൃഷ്ടിച്ചത് ഒരുവനും ഞാൻ എന്റെ വിധേയത്വം നൽകുന്നത് മറ്റൊരുവനുമാണെങ്കിൽ അതിൽ പന്തികേട് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. പക്ഷെ എന്നെ സൃഷ്ടിച്ചവന് ഞാൻ വിധേയപ്പെടുന്നു എന്ന ഒരു യുക്തി, അതിലെന്ത് കുഴപ്പമാണുള്ളത്? അതല്ലേ ശരിയായ രീതി. വഇലൈഹി തുർജഊൻ. മാത്രമല്ല അവന്റെ അടുക്കലേക്കാണ് നിങ്ങളൊക്കെയും തിരിച്ചയക്കപ്പെടാനും പോകുന്നത്. ഈ അനുവാചകരെ ഈ വിഷയത്തിലേക്ക്, ഈ യുക്തിപരമായ വാദഗതിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ആള് സംസാരിക്കുന്നത്. നിങ്ങളുടെ കാര്യം ഉണ്ടല്ലോ, എന്നെ സൃഷ്ടിച്ചു എന്നതിനാലാണ് ഞാൻ പടച്ച തമ്പുരാന് വിധേയപ്പെടുന്നത്, അവന്റെ ദാസനാവുന്നത്, അവന് ഇബാദത്ത് ചെയ്യുന്നത്. അത് കൂടാതെ നിങ്ങൾ മടങ്ങാൻ പോകുന്നതും അവന്റെ അടുക്കലേക്കാണ്, ഞാൻ മാത്രമല്ല. വഇലൈഹി തുർജഊൻ. അത് വളരെ യുക്തിപരമായ അനുവാചകരെ ഈ സംസാരത്തിലും അതുപോലെ തന്നെ ഈ യുക്തി അന്വേഷണത്തിലും ഉൾപ്പെടുത്തുന്ന ഒരു രീതിയാണത്. ഈ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് പുറത്ത് ഒരു കൂട്ടരാണ്. ഈ സംസാരത്തിനോ ഈ ദൈക്ഷണികമായ ചർച്ചയിലോ ഒന്നും ഭാഗവാക്കുകളാകുന്നവരല്ല എന്നൊരു തോന്നല് അവരിൽ ഉണ്ടാകുന്നതിനെ തടയുന്ന വിധത്തിലാണ് ഈ സംസാരം. നിങ്ങൾ തിരിച്ചയക്കപ്പെടാൻ പോകുന്നത് അവന്റെ അടുക്കിലേക്കാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഞാനും പെടും. അപ്പോ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം തിരികെ ചെല്ലേണ്ടത്
അവന്റെ അടുക്കലേക്കാണ്. നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിന് ഞാൻ വിധേയപ്പെടുന്നു. ആ റബ്ബ് അവന്റെ അടുക്കലേക്ക് തന്നെയാണ് നിങ്ങളും തിരികെ അയക്കപ്പെടാൻ പോകുന്നത് എന്നൊരു വസ്തുത കൂടി അതിനോട് ചേർത്ത് വായിക്കുക. ഈ വിധത്തിലാണ് ആ മനുഷ്യൻ നാട്ടുകാരോട് സംസാരിക്കുന്നത്. അപ്പോ വമാലിയ, എനിക്ക് എന്ത് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് എന്ത് പിഴവുണ്ട്? ലാ അഅ്ബുദു വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി, ഞാന് ആരാധിക്കാതിരിക്കുകയാണ് എന്നെ സൃഷ്ടിച്ചവനെ. അത് എനിക്ക് എങ്ങനെ യോജിച്ചതായി മാറും? എന്നെ സൃഷ്ടിച്ചവനെ ഞാൻ ആരാധിക്കാതിരിക്കുന്നു, അവന് അടിമപ്പെടാതിരിക്കുന്നു, അവന് വിധേയപ്പെടാതിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ എന്ത് ന്യായമുണ്ട്? ഇലൈഹി തുർജഊൻ, മാത്രമല്ല അവന്റെ അടുക്കലേക്കാണ് നിങ്ങൾ തിരിച്ചയക്കപ്പെടാൻ പോകുന്നതും. അങ്ങനെ ഒരു അസ്തിത്വത്തിന് ഞാൻ വിധേയപ്പെടാതിരിക്കാൻ എന്ത് ന്യായമുണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്നത്, ആ അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, ഇനി ഇവനെ കൂടാതെ എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത് ആരുടെ അടുക്കലേക്കാണോ അവനെ കൂടാതെ മറ്റ് ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് വെക്കുക. ആ അത്തഖിദു മിൻ ദൂനിഹി ആലിഹത്ത്, ഞാൻ വേറെ ചില ആലിഹത്തുകളെ സ്വീകരിക്കുന്നു ഇവനെ കൂടാതെ. എന്നെ സൃഷ്ടിച്ചവനായ നിങ്ങൾക്കൊക്കെയും തിരിച്ചു പോകേണ്ടത് ആരുടെ അടുക്കലേക്കാണോ അവനെ കൂടാതെ വേറെ ചില ആലിഹത്തുകളെ ഞാൻ സ്വീകരിക്കുന്നുവെങ്കിൽ, ഈ ഉരുദിനി റഹ്മാനു ബിലുർദിൻ, അങ്ങനെ ഞാനൊരു നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, കാരുണ്യവാൻ എനിക്ക് ഒരു ദ്രോഹം ഉദ്ദേശിക്കുന്നു എന്ന് വെക്കുക. എനിക്കൊരു ലുറുണ്ടാവട്ടെ എന്ന് കാരുണ്യവാനായ റബ്ബ് തീരുമാനിക്കുകയാണെങ്കിൽ, ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും, ഈ ആലിഹത്തുകളുടെ ശുപാർശ എനിക്ക് ഏതെങ്കിലും നിലക്ക് പ്രയോജനപ്പെടും? ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം അവനെ കൂടാതെ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ആലിഹത്തുകൾ ഉണ്ടല്ലോ, അവർക്ക് അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇല്ല. ഞാൻ അവനെ കൂടാതെ വേറെ ചില ആലിഹത്തുകളെ സ്വീകരിച്ചു എന്ന് വെക്കുക. എന്നിട്ട് കാരുണ്യവാൻ എനിക്ക് ഒരു ലുറ് ഉണ്ടാക്കുകയാണെന്ന് അതും കൂടി സങ്കല്പിച്ചോളൂ. പടച്ച തമ്പുരാൻ എനിക്കൊരു ദ്രോഹം വരുത്തുന്നു എങ്കിൽ ആ ദ്രോഹം തടയാൻ, ആ ദ്രോഹം ഇല്ലാതാക്കാൻ എന്റെ ആലിഹത്തുകളെ കൊണ്ട് വല്ലതും കഴിയും? എന്റെ ആലിഹത്തുകൾക്ക് ഈ കാരുണ്യവാന്റെ അടുക്കല് വല്ല ശുപാർശയും നടത്താൻ സാധിക്കുമോ എന്നതാണ് ഈ ആള് ചോദിക്കുന്ന ചോദ്യം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം റഹ്മാൻ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹു എന്നതിന് പര്യായമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന തൊട്ടടുത്ത പ്രാധാന്യമുള്ള പദമായിട്ട് കാണാൻ കഴിയുക റഹ്മാൻ എന്നാണ്. ധാരാളം അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഹുസ്ന വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അസ്മാ ഉൽ ഹുസ്നയുടെ കൂട്ടത്തിലെ അള്ളാഹു എന്ന പേരിന് പുറമെ ഏറ്റവും പ്രാധാന്യമുള്ള പേരായിട്ട് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുക റഹ്മാൻ എന്നതാണ്. പലയിടത്തും അങ്ങനെ അള്ളാഹു എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇവിടെയും അതുപോലെയുള്ള ഒരു പ്രയോഗമാണ്. കാരുണ്യവാനായ ദൈവം, അത് ആ പദം ഇവിടെ ഉപയോഗിക്കുന്നതിന് കാരണം അവൻ അള്ളാഹുവിന് വഴിപ്പെട്ടവരോടും വഴിപ്പെടാത്തവരോടും ഒരുപോലെ അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനാണ് എന്നതുകൊണ്ടാണ്. അള്ളാഹുവിന് വിധേയപ്പെട്ടവർക്കും വിധേയപ്പെടാത്തവർക്കും ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ നാഡീവ്യവസ്ഥ പ്രവർത്തനക്ഷമമാണ്, അവരുടെ ദഹന വ്യവസ്ഥ പ്രവർത്തനക്ഷമമാണ്, അവരുടെ ശരീരം അതിന്റെ കരുത്തും ശക്തിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പലതും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയും തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ട ആളുകളുടെ കാര്യത്തിലും വിധേയപ്പെടാത്ത ആളുകളുടെ കാര്യത്തിലും ഒരുപോലെ നിർവഹിക്കപ്പെടുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഇത് അവന്റെ സൃഷ്ടികളിൽ അവന് വഴിപ്പെടുന്നവരോടും വഴിപ്പെടാത്തവരോടും ഒരുപോലെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അവരോട് കാരുണ്യം കാണിക്കുന്ന അള്ളാഹുവിന്റെ ഈ അടിസ്ഥാന പ്രകൃതത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് റഹ്മാൻ എന്നത്. അപ്പൊ ഇവിടെ ഇദ്ദേഹം ചോദിക്കുന്നത്, ഞാന് അവന് പുറമെ ചില ആലിഹത്തുകളെ സ്വീകരിക്കുകയും എന്നിട്ടും എനിക്ക് ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ
കാരുണ്യവാനായ റബ്ബ് എനിക്ക് ചില ലുറ് വിധിച്ചു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആലിഹത്തുകൾക്ക് വല്ലതും എന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ശുപാർശ ചെയ്യാൻ സാധിക്കുമോ? കാരുണ്യവാനായ റബ്ബിനോട് ശുപാർശ ചെയ്യാൻ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ആലിഹത്തുകൾക്ക് സാധിക്കുമോ? ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈഅ. അവരുടെ ശഫാഅത്തുകളൊന്നും തന്നെ എനിക്ക് പ്രയോജനപ്പെടുകയില്ല. വലാ യുൻഖിദൂൻ. ഈ ആലിഹത്തുകളൊന്നും തന്നെ എന്നെ രക്ഷപ്പെടുത്താനും പോകുന്നില്ല. ഇതാണ് ഈ മനുഷ്യൻ വലിയ തിരിച്ചറിവോടുകൂടി ഈ നാട്ടുകാരോട് പറയുന്ന കാര്യം. അള്ളാഹുവിന് പുറമെ ഞാൻ ചില ആലിഹത്തുകളൊക്കെ സ്വീകരിച്ചു എന്ന് വെക്കുക. ഈ ആലിഹത്തുകള് ഞാൻ അംഗീകരിച്ച് അവരെ ശിരസിലേറ്റി നടക്കുന്ന സമയത്ത് കാരുണ്യവാൻ എനിക്കൊരു പ്രയാസം തന്നു. എന്നാൽ ആ പ്രയാസം നീക്കിത്തരാൻ വേണ്ടി ഈ ആലിഹത്തുകൾക്ക് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ കഴിയുമോ? ആ ശുപാർശ സ്വീകരിക്കപ്പെടുമോ? ഇനി അതല്ല, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുമോ? അതൊന്നുമില്ല. അവര് നിസ്സഹായരാണ്, ദുർബലരാണ്, ഒന്നും കഴിയാത്തവരാണ്. അപ്പോ ഈ മനുഷ്യൻ പറയുന്ന കാര്യം അതാണ്. ആ അത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഈ യുരിദിനി റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. വലാ യുൻഖിദൂൻ എന്ന് പറഞ്ഞാൽ അവര് ഈ ആലിഹത്തുകള് എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതിന് ഫലം ഉണ്ടാവില്ല എന്നൊരു കാര്യം സൂചിപ്പിച്ചു. മാത്രമല്ല, എന്നാ പിന്നെ അള്ളാഹിനെ അങ്ങ് തട്ടി മാറ്റിയിട്ട് ഇവര് നേരിട്ട് ഇടപെട്ട് എന്നെ രക്ഷപ്പെടുത്തി കളയോ? അതും സാധ്യമല്ല. അങ്ങനെയൊന്നും ഒരു സാധ്യതയും ഇല്ലാത്ത അനർഹരായ ആലിഹത്തുകൾക്കാണ് ഞാൻ അടിമപ്പെടുന്നത്. അത് എത്ര വലിയ അബദ്ധമാണ്. എന്നെ സൃഷ്ടിച്ചവനായ എന്റെ റബ്ബിന് ഞാൻ അടിമപ്പെടുന്നതിന് എന്ത് കുഴപ്പമാണ്? അവൻ അടിമപ്പെടാതിരിക്കുന്നതല്ലേ അക്രമം. ഇതാണ് ഈ പട്ടണത്തിന്റെ അകലെ നിന്ന് വന്ന ആള് നാട്ടുകാരോട് ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്താൽ ഇനി ഇതൻ ലഫീ ളലാലിൻ മുബീൻ. അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ വളരെ വ്യക്തമായും ദുർമാർഗത്തിലായി മാറും. ഞാനൊരു ദുർമാർഗിയായി മാറും. ഇനി ഇതൻ ലഫീ ളലാലിൻ മുബീൻ. അപ്പോ എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിന് ഞാൻ വിധേയപ്പെടാതിരിക്കുന്നു. അങ്ങനെ ഞാൻ ആലിഹത്തുകളെ സ്വീകരിക്കുന്നു. അങ്ങനെ എനിക്കൊരു ദുരിതം വന്നപ്പോ ഞാന് ആലിഹത്തുകളോട് ആവശ്യപ്പെടുകയാണ്. ആലിഹത്തുകളെ ശുപാർശ ചെയ്താൽ ആ ശുപാർശ സ്വീകരിക്കപ്പെടുമോ? ഇനി ഇല്ലെങ്കിൽ അള്ളാഹുവിനെ തഴഞ്ഞ് മാറ്റി ഈ ആളുകൾക്ക്, ഈ ആലിഹത്തുകൾക്ക് ഇടപെട്ടുകൊണ്ട് എന്നെ സഹായിക്കാൻ സാധിക്കുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ അബദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ഇതൻ ലഫീ ളലാലിൻ മുബീൻ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അബദ്ധത്തിന്റെ ആളായി മാറും, ദുർമാർഗിയായിട്ട് മാറും. ഇന്നീ ആമൻതു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്റെ നിലപാട് എന്താണ്? ഇന്നീ ആമൻതു ബി റബ്ബിക്കും. നിങ്ങളുടെ ഈ റബ്ബില് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് തുടർന്ന് അയാൾ പറയുന്നത്. ഇന്നീ ആമൻതു ബി റബ്ബിക്കും. എന്റെ റബ്ബ് എന്നല്ല ഇവിടെ പറയുന്നത്. എന്റെ റബ്ബാണെന്നുള്ളത് ഇവിടെ തർക്കമില്ലാത്ത കാര്യമാണ്. ഞാൻ എന്റെ റബ്ബായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ആരാണ് എന്നത് വളരെ വ്യക്തമാണ്. അതിനു പുറമെ നിങ്ങളുടെ കൂടി റബ്ബ് അവൻ തന്നെയാണ്. അവനല്ലാത്തൊരു റബ്ബ് നിങ്ങൾക്കും ഇല്ല എന്ന കാര്യം വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഈ മനുഷ്യൻ തുടർന്ന് പറയുന്നത്. ഇന്നീ അമൻതു ബി റബ്ബിക്കും. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫസ്മഊൻ, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോളൂ. ഇതാണ് ഗുണകാംക്ഷിയായിട്ട് അവരുടെ അടുക്കലേക്ക് ഓടിയെത്തിയ മനുഷ്യൻ പറയുന്നത്. നിങ്ങൾ ഈ ദൂതന്മാരോട് അക്രമം ചെയ്യരുത്. അത്തരം അക്രമത്തിലേക്ക് നിങ്ങൾ നീങ്ങിയാൽ അത് നിങ്ങൾക്ക് വലിയ ദുരന്തം വരുത്തി വെക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ദൂതന്മാര് അവര് നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്ന ആളുകളാണ്. നിങ്ങളിൽ നിന്ന് യാതൊരു പ്രത്യുപകാരവും അവർ പ്രതീക്ഷിക്കുന്നില്ല. അവര് സ്വയം തന്നെ സന്മാർഗികളുമാണ്. അങ്ങനെയുള്ള ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റിക്കോളൂ. ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിന് ഞാൻ വിധേയപ്പെടുക എന്നതാണ് ഏറ്റവും ശരിയായ കാര്യം. അവന് ഞാൻ വിധേയപ്പെടാതെ ഇരിക്കുന്നതിന് എന്ത് ന്യായമുണ്ട്? ഇതാണ് അദ്ദേഹം ചോദിക്കുന്ന യുക്തിപരമായ കാര്യം. എന്നിട്ട് അതിന് പകരം അവന്റെ സ്ഥാനത്ത് വേറെ പലരെയുമാണ് ഞാൻ ആലിഹത്തായി സ്വീകരിക്കുന്നത്. അങ്ങനെ എനിക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോ ഞാൻ ആലിഹത്തുകളോട് ആവശ്യപ്പെട്ടാൽ അവര് കാരുണ്യവാനായ റബ്ബിനോട് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യോ? ആ ശുപാർശ സ്വീകരിക്കപ്പെടുമോ?
ഇനി ആ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അവര് നേരിട്ട് ഇടപെട്ട് എന്നെ രക്ഷപ്പെടുത്തി കളയുമോ? ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കാമെന്നാണ് വെച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചോളൂ. ഫസ്മഊൻ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായിക്കോളൂ എന്നാണ് ഈ ഗുണകാംക്ഷിയായിക്കൊണ്ട് അവിടെ എത്തിയ ആള് നാട്ടുകാരോട് പറയുന്നത്. ഈ കഥ ഇവിടെ പൂർണ്ണമായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകള് തുടർന്നുള്ള ബാക്കി ആയത്തുകളിൽ ഈ സംഭവത്തിന്റെ ബാക്കി വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ളതാണ്. അള്ളാഹു അവന്റെ കിതാബിലെ ഇത്തരം ചരിത്ര സംഭവങ്ങളുടെ വിവരണവും അതുപോലെയുള്ള ഗുണപാഠങ്ങളും അടങ്ങിയിട്ടുള്ളത് നമുക്ക് ജീവിതത്തിൽ പ്രയോജനകരമാക്കി തരുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.